ബളാന്തോട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ 99 വർഷത്തെ 10ാം ക്ലാസ് ബി ഡിവിഷനിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ദി ഗിഫ്റ്റ് ഓഫ് സ്ട്രീറ്റ് എന്ന ഹ്രസ്വചിത്രത്തിന്റെ പ്രദർശനം കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ വെച്ച് നടന്നു. ഇവറ്റകളുടെ പുതിയതാ. തള്ളയൊരുത്തന്റെ മൊബൈലിൽ പരിചയപ്പെട്ട് ഭർത്താവിനെയും വിട്ട് അവന്റെ കൂടെ ഇറങ്ങിയതാ. അവനും എടുത്തോ അവൻ ഒഴിവാക്കി. അതൊക്കെ പിന്നെ അങ്ങനെയല്ലേ നടക്കൂ. പാഴ് ജന്മങ്ങള്. അയ്യോ, എന്താ പറ്റി? എന്താ പറ്റി? എന്താ പറ്റി? അമ്മേ, 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 അമ്മേ. നടക്കൂ ചേട്ടന്റെ പൊന്നാരപ്പൂമകളെ, തെരുവിലെ പെട്ടിക്കടയിലെ പാലുമ്പം ചോജുക കുപ്പിയിലാക്കി തരാം. പൂമണി ചുണ്ടത്തോരുമ്മ നൽകാം. കുഞ്ഞോളെ കുഞ്ഞോളെ കുഞ്ഞിക്കാലോ നീ നടക്കൂ ചേട്ടന്റെ പൊന്നാരപ്പൂമകളെ. കുന്നുമ്മ ശാന്തനൊന്ന് കിട്ടിയെങ്കിൽ തണുപ്പൊന്നും മാറ്റായിരുന്നു. മൂത്രയിച്ചാ ഇനിയെന്നും ശിവരാത്രി. എന്തിനാടാ കുന്നുമ്മൽ ശാന്ത ദേ കിടക്കുന്ന ഒരു കിളിന്ത്? എവിടെ? വരടാ. ശാന്ത ഇല്ലെങ്കിൽ പിന്നെ കിളിന്ത്. പിടിച്ച് സാധനം തന്നെ. മതി മതി, ഇതിനിവിടെ വെച്ച ഇവിടെ 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 മതി. ഇവിടെ തന്നെ. പൊന്നു 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 പൊന്നു. പീഡന പരമ്പരകൾ വർദ്ധിച്ചുവരുന്ന നമ്മുടെ നാട്ടിൽ പ്രായഭേദമന്യേ പെൺകുട്ടികളുടെ നേരെ ഭോഗതൃഷ്ണയ്ക്കായി കാമവെറിയന്മാർ കഴുകനായി മാറുന്നു.
സ്വന്തം ഗൃഹത്തിൽ പോലും സുരക്ഷയില്ലാത്ത പെൺകുരുന്നുകൾ. ഇതിനിടയിൽ തെരുവോരങ്ങളിൽ അന്തിയുറങ്ങുന്ന പെൺകുട്ടികളുടെ സുരക്ഷ ആരുടെ കയ്യിലാണ്? ഇതൊരു ഓർമ്മപ്പെടുത്തലെന്ന രീതിയിലാണ് ദി ഗിഫ്റ്റ് ഓഫ് സ്ട്രീറ്റ് എന്ന ഹ്രസ്വചിത്രം ഒരുക്കിയിരിക്കുന്നത്. വെറും 17 മിനിറ്റ് ദൈർഘ്യമാണ് ഹ്രസ്വചിത്രത്തിന്. ഇതിന്റെ പ്രകാശനവും പ്രദർശനവും തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് കാഞ്ഞങ്ങാട് എലൈറ്റ് ടൂറിസ്റ്റ് ഹോമിൽ വെച്ച് കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാൾനറടി AKPA ജില്ലാ പ്രസിഡന്റിന് നൽകി നിർവഹിച്ചു. ഈ ചിത്രം സ്കൂൾ കോളേജ് തലങ്ങളിലും പ്രധാന നഗരങ്ങളിലും പ്രദർശിപ്പിക്കും. ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ കലവൂർ രവികുമാറിന്റെ ഒരിടത്തൊരു പുഴ എന്ന ചിത്രത്തിലെ നായക കഥാപാത്രത്തെയും പ്രാഞ്ചിയേട്ടൻ എന്ന ചിത്രത്തിലും മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സ്കൂൾ കാലം അവതരിപ്പിച്ച ഗൗതം ബാബുവാണ്. ബാലതാരം മേഘ മനോജ് പ്രധാന കഥാപാത്രമായി എത്തുന്നു. ഈ ചിത്രത്തിന്റെ കഥാ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സർഗം മനോജാണ്. സ്ത്രീ പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്ന നമ്മുടെ നാട്ടില് പ്രായഭേദമന്യേ തന്നെ ഇപ്പോൾ പീഡനങ്ങളാണ് നടന്നു വരിക. അങ്ങനെയാണെങ്കിൽ സ്വന്തം വീട്ടിൽ കടന്നുറങ്ങുന്ന പെൺകുട്ടികൾക്ക് തന്നെ സ്വന്തം അച്ഛനിൽ നിന്ന് പോലും പീഡനം ഏൽക്കുന്ന കാലമാണിത്. ആ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ നമ്മൾ തെരുവോരങ്ങളിൽ ഭിക്ഷാടനം നടത്തുന്ന കുട്ടികൾ, അപ്പോൾ അതിൽ പ്രായമുള്ള കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, എല്ലാം പെൺകുട്ടികളുണ്ട്. അപ്പോൾ ഇവരുടെ സുരക്ഷ, ഇവരിപ്പോൾ കടത്തിണ്ണകളൊക്കെ കടന്നുറങ്ങുന്നുണ്ടാവും. ഇപ്പോൾ ഇവരൊക്കെ ആരാണ് സുരക്ഷ കൊടുക്കുക? ഇവരുടെ കൂട്ടത്തിലുള്ളവർ നേരെ ഗുണ്ടാസംഘങ്ങളിലേക്ക് പോകുന്നുണ്ട്, ക്രിമിനലായിട്ട് മോഷണം ഇതുപോലെ. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ സ്വന്തം പെങ്ങളായിരിക്കാം, ഇവരൊക്കെ എവിടെ കിടന്നുറങ്ങുന്നു, ഇതാരും ചിന്തിക്കുന്നില്ല. നമ്മളിപ്പോൾ ഭിക്ഷാടനത്തിന് ഒരു 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർ അത് വാങ്ങിയിട്ട് പോകും. പിന്നെ അത് രാത്രികാലങ്ങളിൽ എവിടെ കടന്നുറങ്ങുന്നു എന്ന് ആരും ചിന്തിക്കാറില്ല. നമ്മളിപ്പോൾ ചിന്തിച്ച ഇവരുടെ സുരക്ഷ, അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിൽ ഒരു 17 മിനിറ്റുള്ള ദൈർഘ്യമുള്ള ഒരു ഷോർട്ട് ഫിലിം അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൽ സന്ദേശം നമ്മൾക്കത് പറയാൻ പറ്റിയെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എൻ്റെ ക്ലാസ്മേറ്റ്സാണ്. 1999 ബാളാന്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ്സിലെ കൂട്ടുകാരാണ്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. അവരിപ്പോൾ പുറത്ത് വർക്ക് ചെയ്യുന്നവരാണ്. അവരവരും ഇവിടെ എത്തിയിട്ടില്ല, പ്രദർശനത്തിന് എത്തിയിട്ടില്ല. അപ്പോൾ അവരുടെ ഒരു സഹായം കൊണ്ടാണ് ഞാൻ ഈ ഷോർട്ട് ഫിലിം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരു ബോധവൽക്കരണ ഒരു സന്ദേശം ഉണ്ടെന്ന് കരുതുന്നു. എല്ലാവരും കാണണം. ഞങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനം തീർച്ചയായും തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു.